അനോവ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് എഫ് സ്റ്റാറ്റിസ്റ്റിക്കാണ്. എഫ് സ്റ്റാറ്റിസ്റ്റിക് ഓർമ്മയുണ്ട്, തേർഡ് സെമ്മിൽ നമ്മൾ എഫ് ടെസ്റ്റ് പഠിച്ചിട്ടുണ്ട്. എഫ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വാരിയൻസസിൻ്റെ റേഷ്യോസാണ് വരിക. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ രണ്ട് വാരിയൻസസ് അല്ലെങ്കിൽ രണ്ട് കോഴ്സസിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് അന്നോവ. ആൻഡ് ഇത് വെച്ചിട്ടാണ് നമ്മൾ എഫ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. എഫ് ടെസ്റ്റ് ചെയ്യുന്നത് എഫ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്തിട്ടാണ്. എഫിൻ്റെ ടേബിൾ വാല്യൂസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കൺക്ലൂഷൻ പറയും. അപ്പം ഇതിനകത്ത് ഈ എഫ് സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ അല്ലെങ്കിൽ അനോവ കണ്ടക്ട് ചെയ്യാനുമായിട്ടുള്ള ചില നെസസറി ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് നമ്മൾ എടുക്കുന്ന ഒബ്സർവേഷൻസ്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒബ്സർവേഷൻസ് അണ്ടർ കൺസിഡറേഷൻ എന്തായിരിക്കണം എന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം നമ്മൾ കൺസിഡർ ചെയ്യുന്ന എല്ലാ ഒബ്സർവേഷൻസും. ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. ആൻഡ് സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ഫസ്റ്റത്തെ പോയിൻ്റ് ഇറ്റ് ഈസ് നെസസറി ഫോർ എഫ് സ്റ്റാറ്റിസ്റ്റിക്, അതായത് എഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ എഫ് ടെസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ നെസസറിലി സാറ്റിസ്ഫൈ ചെയ്തേ പറ്റുള്ളൂ. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് വാരിയസ് എഫക്റ്റ് ഇൻ ദി എക്സ്പെരിമെൻറ്റ്. നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റിനകത്ത് വരുന്ന വാരിയസ് എഫക്റ്റ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് നമ്മളോരോ, അതായത് നമ്മളൊരു ഡാറ്റ എടുക്കുമ്പോൾ ആ ഡാറ്റേനെ എഫക്റ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു എഫക്ട്സിൻ്റെ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, വാരിയസ് എഫക്ട്സ് ഇൻ ദി എക്സ്പെരിമെൻറ്റ് മസ്റ്റ് ബി അഡിറ്റീവ് ഇൻ നേച്ചർ എന്നാണ് പറയുന്നത്. അഡിറ്റീവ് ഇൻ നേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മളിപ്പോൾ അഡിറ്റീവ് പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ A+B=B+A ആണെങ്കിൽ A ആൻഡ് B സാറ്റിസ്ഫൈ അഡിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എടുക്കുന്ന എല്ലാ എഫക്ട്സും അഡിറ്റീവ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ അഡിറ്റീവ് ആയിരിക്കണം. അതായത് നമുക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഓർഡറൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഏത് ഓർഡറിൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാലും അതിനകത്തുള്ള എഫക്ട്സ് ഏത് ഓർഡറിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഓർഡർ മാറിക്കഴിഞ്ഞാലും അതിന് അതായത് റിസൾട്ടിൽ ചേഞ്ച് ഒന്നും വരാൻ വേണ്ടി പാടില്ല. അതാണ് അഡിറ്റീവ് ഇൻ നേച്ചർ എന്ന് പറയാനുള്ള കാരണം. ഇനി അടുത്തത് മൂന്നാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. അതായത് നമ്മൾ ഇതിനകത്ത് എറേഴ്സ് ഉണ്ടാവും. ആ എറേഴ്സ് എന്താണ്, എറർ ഫോളോ ചെയ്യുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് വിത്ത് മീൻ ഈക്വൽ ടു 0 ആൻഡ് വാരിയൻസ് ഈക്വൽ ടു σ² ആയിരിക്കും. എറർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന വാല്യൂ പിന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്ന വാല്യൂ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് ഇവിടെ എറർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ 3 കണ്ടീഷൻസ്. അനോവ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ അനോവ ടെസ്റ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസാണിത്. ആൻഡ് അനോവ നമ്മൾ ചെയ്യുക എഫ് സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്തിട്ടാണ്. എഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് വാരിയൻസിൻ്റെ ഒരു റേഷ്യോ ആണ്. വാരിയൻസിൻ്റെ റേഷ്യോ ആണ് എഫ് സ്റ്റാറ്റിസ്റ്റിക്. നമ്മൾ എഫ് ടെസ്റ്റിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആ ഒരു സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്തിട്ട് ചെയ്യും. ആൻഡ് നമ്മൾ റിസൾട്ട് ബേസ്ഡ് ഓൺ നമ്മുടെ എഫ് ടേബിളിൻ്റെ വാല്യൂസ് വെച്ചിട്ടാണ് റിസൾട്ട് പറയുക. ഓക്കെ, ഇതിനാണ് അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതാണ്. അനോവ നമ്മൾ